ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൈഹാൻസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ കളഞ്ഞ നാരങ്ങയുടെ തൊലി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു മിക്സ്ഡ് അച്ചാറാണ് കേട്ടോ. ഇതിൽ നാരങ്ങയുടെ തൊലി മാത്രമല്ല വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉമ്മച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മച്ചി ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയൊരു ചട്ടിയാണ്. ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ. മൺചട്ടി, മണ്ണിൻ്റെ ഒരു ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഉലുവ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉലുവ കുറച്ച് കൂടുതൽ എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതൊന്ന് മൊരിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ നാരങ്ങയുടെ ആ തൊലി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നതിൻ്റെ ഈ പച്ച ചുവക്കെ ഒന്ന് പോയി കിട്ടണം നമ്മുടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 സ്പൂണോളം ഉള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാശ്മീരി മുളക് പൊടി എടുത്താൽ ഒന്നും കൂടെ നല്ല കളറ് കിട്ടും. ഞാൻ സാധാരണ മുളക് പൊടിയാണ് എടുത്തത്. അപ്പോൾ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ സാധാ സാമ്പാർ കായം തന്നെയാണ്. അപ്പോൾ ഈ കായപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ലൈമ് കലക്കുന്ന സമയത്ത് ആ ഒരു തൊലി ബാക്കി വരുന്ന തൊലിയൊക്കെ ഞാൻ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കുപ്പിയിലിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങനെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു തൊലിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇത് ഉമ്മച്ചിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് നെല്ലിക്കയും കുറച്ച് ക്യാരറ്റും ഒക്കെ ഉമ്മച്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നെല്ലിക്കയും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു മിക്സ്ഡ് അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നാരങ്ങയുടെ തൊലിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ആ ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ഒരു കുഴമ്പ് പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു കൈയിലോളമുള്ള നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നന്നായി നാരങ്ങയുടെ തൊലിയൊക്കെ നല്ല സോഫ്റ്റായി ക്യാരറ്റും നെല്ലിക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക.
ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമുക്കൊരു നാരങ്ങയുടെ ആ ഒരു കയ്പ്പ് രസമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സുറുക്കയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പുളിയൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സുറുക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഈ നെല്ലിക്കയും ക്യാരറ്റും നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ തൊലിയും എല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി അച്ചാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അടിപൊളി അച്ചാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഉപ്പിലിട്ട് വെക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല അടിപൊളി അച്ചാറാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് റെയ്ഹാന. അപ്പോൾ ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ഫ്രം റെയ്ഹാൻസ് വേൾഡ്.